ടു മൈ യൂട്യൂബ് ചാനൽ. ആർക്കാണല്ലേ യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തത്? നമ്മളുടെ മനസ്സും ശരീരവും ഒരേപോലെ റിഫ്രഷ് ആവുന്ന ഒരു പ്രോസസ്സാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള പ്ലേസസ് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബുക്കുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ള വർണ്ണനകൾ പോലുള്ള ഫാൻറ്റസിക് ആയിട്ടുള്ള വേൾഡ് അല്ലെങ്കിൽ പ്ലേസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ പോയ സ്ഥലത്ത് അങ്ങനെ ഒരു ഫാൻറ്റസിക് റിലം എനിക്ക് ഫീൽ ചെയ്തു. ഇത് കണ്ടില്ലേ, എന്ത് മനോഹരമാണ് കാഴ്ചകളെന്ന് പറയുന്നത്. ശരിക്കും ഒരു വീഡിയോയിൽ ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. നമ്മുടെ കണ്ണുകളാൽ മാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സീനിക് ബ്യൂട്ടിയാണ് ശരിക്കും ഖോർഫക്കാനിൽ ഉള്ളത്. ഈ മലനിരകളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു വൈബാണ് കിട്ടിയത്. മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു എനിക്ക് പോകുന്ന വഴികളിലൊക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അട്രാക്റ്റീവായിട്ടും തോന്നിയത് അവിടുത്തെ സ്ട്രീറ്റ്സ് ആണ്. കുറേ പ്ലാൻ ഷോപ്സ് ഉണ്ടായിരുന്നു, ലാൻറ്റേൺസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫേർണിച്ചേഴ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മറ്റെങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ഷീസ് പാർക്കിലേക്കാണ് പോകുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഷീസ്. ഷീസ് പാർക്ക് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള വാട്ടർഫാൾ തീംഡ് പാർക്കാണ്. ഇവിടുത്തെ ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 6 ദിർഹംസ് പെർ പേഴ്സണാണ്. നമുക്കത് ഓൺലൈനായിട്ട് എടുക്കാനും പറ്റും, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല റഷ് ആറായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ്സ് എടുത്തത്. നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വാട്ടർഫാൾസ് ആണ്. ഇതൊരു മാൻ മെയ്ഡ് ആയിട്ടുള്ളൊരു വാട്ടർഫാളാണ്. എന്താണല്ലേ ഹ്യൂമൻ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഫാമിലി ആയിട്ടാണ്, ക്യാമ്പ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഈ ഷീസ് പാർക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് വാട്ടർഫാളും ഇങ്ങനത്തെ ക്ലിപ്സ് പോലത്തെ മൗണ്ടൻ ടെറസസുമാണ്. ഓവർ 506 മീറ്റേഴ്സിൽ നിൽക്കുന്ന മൗണ്ടൻ ടെറസസുകളാണ്. തട്ടായിട്ടാണ് ഓരോ പ്രദേശവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ടെറസസ് കയറി. ഓരോ ലെയർ കഴിയുമ്പോഴും അവിടെ ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊരു ടോപ്പ് വ്യൂ ആണ് സെക്കൻഡ് ലെയറിൽ നിന്നുള്ള. ഈ ഏരിയാസൊക്കെ ഷീസ് പാർക്കിൻ്റെ ഏരിയാസാണ്. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ഇരിക്കാനുമായിട്ടുള്ള ഏരിയാസാണ് കാണുന്നത്. ഇത് സെക്കൻഡ് ലെയറിൻ്റെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേസാണ്. അത് കഴിഞ്ഞും നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ലെയേഴ്സ് പോലെ കിടപ്പുണ്ട്. ഓരോ പടികളും ശ്രദ്ധിച്ചേ, മൗണ്ടൻസ് കാർവ് ചെയ്തിട്ടാണ് ഷീസ് പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. ഇത് മുകളിലത്തെ ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ആണ്. ദിസ് ഈസ് ഹൗ ദ റിയൽ ഷീസ് പാർക്ക് ലുക്സ് ലൈക്ക്. വാട്ടർഫാൾസും മൗണ്ടൻസും എന്ത് രസമാണല്ലേ കാണാൻ. അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോൾ കുട്ടികളുടെ ഒരു കളിക്കുന്ന ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കുറേയധികം ആക്ടിവിറ്റീസ് ഇവിടെ കുട്ടികൾക്കായിട്ടുണ്ട്. കുറേ റോക്ക് ക്ലൈമ്പിങ്ങും അതുപോലെ തന്നെ സിപ്പ് ലൈൻസ് പോലത്തെ ഒരുപാടധികം ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക് ടൈം പോവാനും നമുക്ക് ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ് ഷീസ് പാർക്ക് എന്ന് പറയുന്നത്. ഈ രാത്രിയിലത്തെ വ്യൂ പ്രത്യേകതരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. പക്ഷേ ഷീസ് പാർക്കിൽ വരണമെങ്കിൽ ഞാൻ പറയും സൺ സെറ്റിന് മുന്നേ വരണം. അപ്പോഴേ ഈ ക്ലിഫിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. എനിക്കൊരു മാജിക്കൽ പ്ലേസ് ആയിരുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ബൈ.